ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സേതുവേട്ടന് എങ്ങനെ ജാമ്യം കിട്ടും? അതിനുള്ള വഴിയല്ലേ ഇനി ആലോചിക്കേണ്ടത്. അച്ഛനെ നാളെ കോടതിയിൽ ഹാജരാക്കും. ചിലപ്പോ റിമാൻഡ് ചെയ്തൊന്നും വരും. ജാമ്യം കിട്ടാൻ കുറച്ച് താമസിക്കുന്ന വക്കീല് പറയുന്നത്. ചിലപ്പോ ഹൈക്കോടതി വരെ പോകേണ്ടി വരും. ലോക്കപ്പിൽ കിടക്കുന്ന അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കാവോ? മിസ്റ്റർ ഡിവൈഎസ്പി, അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ലോക്കപ്പിൽ വെച്ച് നിങ്ങൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചോ? വക്കീലേ, പോലീസ് സ്റ്റേഷൻ എന്റെ സാമ്രാജ്യമാണ്. ഇവിടെ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അധികം വിളച്ചിൽ ഇങ്ങോട്ട് ഇറക്കല്ലേ. ഹൈക്കോടതിയിൽ പോയാലും ഇയാൾക്ക് ജാമ്യം കിട്ടാൻ പോകുന്നില്ല. ഇവിടത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ചിലപ്പോ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ വാങ്ങിയെന്നും വരാം. അച്ഛൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. അധിക ദിവസമൊന്നും അച്ഛന് ജയിലിനുള്ളിൽ കിടത്താൻ സാറിന് കഴിയില്ല. പിന്നെ പ്രതിക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് കോടതിയല്ലേ. ലൈസൻസ് ഇല്ലാത്ത കമ്പനി നിയമവിരുദ്ധമായി പ്രവർത്തിപ്പിച്ച് 4 പേരെ കൊന്നിട്ട് നിന്ന് വർത്താനം പറയുന്നു. എത്ര വട്ടം ഞങ്ങൾ പറഞ്ഞതാണ് സാർ, അതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ലെന്ന്. ഏത് ഫാക്ടറിയിലെ സാർ അപകടം ഉണ്ടാവാത്തത്? കമ്പനിയുടെ ലൈസൻസ് പുതുക്കാൻ മാനേജറെ ഏൽപ്പിച്ചിരുന്നതാണ്. പക്ഷെ അയാൾ അത് സമയത്തിന് പുതുക്കിയില്ല. അതിന്റെ പേരിൽ അച്ഛനെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. അധികം തിളക്കല്ലേ നീ. ഇയാളുടെ മകനല്ലേ നീ. പ്രതിപട്ടികയിൽ നിന്റെ പേരും കൂടി ചേർത്ത് നിന്നെയും ഇതിനകത്ത് തള്ളാൻ എനിക്കാരുടെ സമ്മതമൊന്നും വേണ്ട. വല്ലതും സംസാരിക്കാനുണ്ടെങ്കിലേ മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് പോണം. മനസ്സിലായോ? പൊയ്ക്കോ. ഇനി എന്നെ കാണാൻ ആരും ഇങ്ങോട്ട് വരണ്ട. അച്ഛാ, അച്ഛനാ, വാ. എടാ, നീ സച്ചി ഒന്ന് വിളിച്ചു നോക്കിയേ. അല്പം മുമ്പ് വിളിച്ചല്ലേ ഉള്ളൂ. അവര് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. ഇറങ്ങിയിട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞത്. ആരോ വന്നിട്ടുണ്ട്. എന്തായി മോളെ, സേതുവേട്ടന് ജാമ്യം കിട്ടിയോ? അച്ഛന് ജാമ്യം കിട്ടി വരാൻ കാത്തിരുന്നാണോ എല്ലാരും? എന്നിട്ട് എന്തിനാ നിർത്തിവെച്ച് വളകാപ്പ് വീണ്ടും തുടങ്ങാനോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണമെന്നില്ല. ഞാൻ സച്ചി വിളിച്ചു വെച്ചോളാം. ഓ, ആരെ വിളിച്ചു ചോദിച്ചാലും അച്ഛന് ഉടനെ ഒന്നും ജാമ്യം കിട്ടാൻ പോകുന്നില്ല. ഇനി എല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കണമെന്നൊന്നുമില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അച്ഛന് ജാമ്യം കിട്ടില്ല. ജാമ്യം കിട്ടാത്ത വകുപ്പുകളാ അവര് ചേർത്തിരിക്കുന്നത്. എന്തായാലും എല്ലാവരുടെയും ആഗ്രഹം നടന്നല്ലോ. നീ എന്തിനാ അവന്തിയെ ഞങ്ങളെങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ സേതുവേട്ടനെ പോലീസ് കൊണ്ടുപോയത്? ലൈസൻസ് പുതുക്കാൻ 3 മാസം മുമ്പ് തന്നെ മാനേജർ ഏർപ്പാട് ചെയ്തതാ. അതിനുവേണ്ടിയുള്ള എല്ലാ പേപ്പേഴ്സും അച്ഛൻ പറഞ്ഞിട്ട് തയ്യാറാക്കി കൊടുത്തത് ഞാനാ. എന്നിട്ട് ലൈസൻസ് കിട്ടിയില്ല എന്നുള്ള കാര്യം ഇതുവരെ അറിഞ്ഞില്ലായിരുന്നോ? പേപ്പേഴ്സ് എല്ലാം ശരിയാണെന്നും
2 ദിവസത്തിനുള്ളിൽ ലൈസൻസ് കിട്ടുമെന്നും ആ മാനേജർ എന്നോട് പറഞ്ഞതാ. പിന്നെ ആ മാനേജറുടെ കാര്യം അറിയാമല്ലോ. അയാളെ കമ്പനിയിലേക്ക് റെക്കമെൻഡ് ചെയ്തത് അവന്തിക തന്നെയല്ലേ? അയാൾക്ക് മാനേജറായിട്ട് ഇരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തേ. അല്ലാതെ അയാളെന്റെ അമ്മായിയുടെ മോനായതുകൊണ്ടൊന്നല്ല. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സേതുവേട്ടന് എങ്ങനെ ജാമ്യം കിട്ടും? അതിനുള്ള വഴിയല്ലേ ഇനി ആലോചിക്കേണ്ടത്. അച്ഛനെ നാളെ കോടതിയിൽ ഹാജരാക്കും. ചിലപ്പോ റിമാൻഡ് ചെയ്തൊന്നും വരും. ജാമ്യം കിട്ടാൻ കുറച്ച് താമസിക്കുന്ന വക്കീല് പറയുന്നത്. ചിലപ്പോ ഹൈക്കോടതി വരെ പോകേണ്ടി വരും. എന്തായാലും ആ ജോത്സ്യം പറഞ്ഞത് അച്ചട്ടായി. നമ്മൾ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നേ? ഇവിടുന്ന് പോകുന്നതാ എല്ലാവർക്കും നല്ലത്. അത് നീ ഇവർക്ക് പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്ക്. താനിങ്ങനെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ സിറ്റുവേഷൻ നമ്മൾ ഓവർകം ചെയ്തേ പറ്റൂ. അച്ഛന്റെ ആറ്റിറ്റ്യൂഡ് ആകെ മാറിപ്പോയി സച്ചേട്ടാ. നമ്മളെക്കാളും അച്ഛനിപ്പോ വിശ്വാസം അവന്റെ അടുത്ത് പറയുന്നതാ. ഏതൊരു വക്കീലിന്റെ കാര്യം പറഞ്ഞത് കേട്ടില്ലേ? നമ്മൾ ജാമ്യത്തിൽ ഇറക്കാൻ ശ്രമിക്കുന്നത് അച്ഛൻ ഇഷ്ടമില്ലാത്ത പോലെയല്ല സംസാരിച്ച്. ഇതുവരെ നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ കുറ്റം പറയാത്തത് അച്ഛൻ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പൊ അച്ഛനും. അച്ഛൻ ഈ പറഞ്ഞ ജാതകദോഷത്തിലൊന്നും ഒരു കാര്യമില്ലെന്ന് അച്ഛന് തന്നെ അറിയാം. ഹോസ്പിറ്റലിൽ വെച്ച് അച്ഛൻ നിന്നോട് എന്താ പറഞ്ഞത്? എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ കുഞ്ഞ് നെല്ലിശ്ശേരി വീട്ടിൽ തന്നെ ജനിക്കണം. എന്ത് വന്നാലും എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അനുഭവിക്കാന്ന് പറഞ്ഞ് എനിക്ക് ആത്മവിശ്വാസം നൽകിയ ആളാ അച്ഛൻ. പക്ഷെ ഇപ്പോ അച്ഛൻ അതൊക്കെ മാറ്റി പറയാ. അവന്തികടത്തിയാണല്ലോ ഈ ജാതകദോഷം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്. അച്ഛൻ അറസ്റ്റിലായതും അതുകൊണ്ടാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കാണും. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അച്ഛനെ ജാമ്യത്തിൽ ഇറക്കി പറ്റും സച്ചേട്ടാ. അവന്റെ അടുത്ത് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് കാത്തിരിക്കാൻ വയ്യ.